പക്ഷെ വയറ് കാലിക്ക് ഇത് വേണ്ട. അപ്പോൾ ഡേ 2 സ്റ്റാർട്ട് ചെയ്യാണ്. ഓഗസ്റ്റ് 2, 2025. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അക്കോമഡേഷൻ. ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. നമ്മുടെ കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ലെറ്റ്സ് സീ. എമ്മിക്കുട്ടി ഇതാ അവിടെ. ദിൽ ഒരു സതി. യെസ് കമാ, നമ്മൾ വണ്ടി എത്തി. അതിവിടെ അതി കം ഫാസ്റ്റ്. ലെറ്റ്സ് ഗോ. അവിടെ ഒരു ഫുട്ബോൾ കോർട്ട് ഉണ്ട്. അങ്ങനെ യാൻഡെക്സ് ടാക്സി പിടിച്ച് ഗ്രീൻ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ വിസിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ടിൽ മെയിനായിട്ട് സുവനീസ്, ഇവിടുത്തെ ട്രഡീഷണൽ ക്ലോത്ത്സ്, നമ്മുടെ നാട്ടിൽ കാണുന്ന ചുരിദാർ, കുർത്ത, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് ബുക്സ്, ബാഗ്സ്, ഇതൊക്കെ വാങ്ങിക്കുന്നത് ടൂറിസ്റ്റുകൾ തന്നെയാണ് മെയിനായിട്ട്. അതവിടെ 700 ലാസ്റ്റ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് വരുന്നത് 700 മുതൽ 2000, 3000 ആ റേഞ്ച് വരെ പോകുന്നുണ്ട്. അപ്പോൾ 700 ടെങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിർഹംസാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഏകദേശം 120 രൂപ. അങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. ഇതാണ് മാർക്കറ്റിൻ്റെ ക്ലോസ്ഡ് ആയിട്ട് ഇവിടെ ഒരു ഡോറും. യൂറോപ്പൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. ജസ്റ്റ് 10. യൂറോപ്പ് ഇങ്ങനെയാണ് യൂർട്ട് എന്ന് പറയാം. യൂർട്ട്. ഇവിടെ മാർക്കറ്റിനകത്ത് പലതരത്തിലുള്ള ഫ്രോസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്, പിന്നെ കുറേ ചായപ്പൊടികൾ. നോക്ക്, ഇത് നമ്മുടെ വാങ്ങിച്ച സെയിം സാധനം. എല്ലാം ഇവിടുത്തെ പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലേ? റാസ്ബെറി, സീ ഫുഡ്. ഇതവിടെ ഒപ്പിച്ച് തന്ന്. See all these ഇത് മൈനസ് ടെമ്പറേച്ചറിൽ ഫ്രീസ് ചെയ്ത് അങ്ങനെ ഡ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇവിടുത്തെ വിന്റർ സീസൺ പറഞ്ഞാൽ -50, -60 വരെ പോകുന്നതാണ്. അതിനനുസരിച്ച് ചെയ്യുന്നത്. ഇന്ത്യ 10,000 kilo. This one how much? 3,500. 3,000? 3,500 kg. ഇവിടെ 10,000 ഉള്ളൂ. ഇത് താഴ്ക്കില്ല. ഇതെന്താ ഡേറ്റ്സോ? 10,000 നമുക്കത് വാങ്ങിക്കാം. ചായ് റോസ്റ്റി നമുക്ക് എല്ലാം 100 ഗ്രാം ഇത് വാങ്ങിക്കാം. വലിയ പാക്ക് ചാക്ക് തരുന്നു. മറ്റേ ചായ സ്മെല്ല് കിവി ആള് വെച്ചിരിക്കാം. സ്ട്രോബെറി വാങ്ങിക്കത്തില്ലേ? സ്ട്രോബെറി ട്രൈ ചെയ്താ? ഫ്രീസ് ചെയ്ത് ട്രൈ ചെയ്തോ? എവിടെയാ? പിന്നെ ഇവിടെ മെയിനായിട്ട് കാണുന്നതാണ് ഇങ്ങനെ ഫ്രഷ് ജ്യൂസ് ഉണ്ട്. ബോട്ടിലാക്കിയിട്ട് നേരത്തെ അടിച്ചു വെക്കുന്നതാണ്. അല്ലാതെ നമ്മൾ ചോദിക്കുമ്പോൾ ലൈവായിട്ട് ഉണ്ടാക്കി തരുന്നതുകൊണ്ട്. അപ്പോൾ പോമഗ്രാനൈറ്റ്, പറഞ്ഞ ഓറഞ്ച് ജ്യൂസ് സംഭവങ്ങളൊക്കെയാണ് ഇയാൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. തിരിച്ചു വരുമ്പോൾ കുടിക്കാം എന്നൊരു മെൻറ്റാലിറ്റി നമ്മളിങ്ങനെ മുമ്പോട്ട് നീങ്ങുകയാണ്. ഇവിടെ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണക്കി ഷീറ്റാക്കി റോളാക്കി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ
വെയിലത്തൊക്കെ ഡ്രൈ ചെയ്ത് എടുക്കുന്നതാണ്. ഇത് കണ്ടോ, ഈ ഫ്രൂട്ട്സിൻ്റെ സത്ത് അതിനകത്ത് നട്ട്സ് ഇട്ടിട്ട് ഉണക്കിയെടുക്കുന്നൊരു സംഭവമാണിത്. ഇത് ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലൊരു മെയിൻ ഐറ്റം ആട്ടോ ഈ സംഭവം. അപ്പോൾ ഈ കാണുന്ന ഈ ഫ്രൂട്ടിന് 1 ബോക്സിൻ്റെ വിലയാണ് 2000 പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സിൻ്റെ ബോക്സ് എടുക്കുകയാണെങ്കിൽ 1000 കൊടുത്താലാണ് ഇത് കിട്ടുക. ഫിഗ് അടക്കം എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഉണ്ട്. കച്ചവടം തകർത്ത് നടക്കുന്നുണ്ട്. ഒരുപാട് ലേഡീസ് നമുക്ക് കാണാൻ പറ്റും കച്ചവടം ചെയ്യുന്ന. ഇവിടെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഈ മാർക്കറ്റിനകത്ത്. How they are doing great, wonderful job. അത്ര നീറ്റാന്നറിയോ ഇവിടെ, നീറ്റാണ്. ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. ഒരു വേസ്റ്റ് നമുക്ക് ഫ്ലോറിലോ എവിടെ കാണാൻ കഴിയൂല. That much neatness. തല ഉയർത്തി നിൽക്കുന്ന വാട്ടർമെലൻസ്, മാംഗോ, ബനാന, ആപ്പിൾസ് നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഭംഗിയിൽ വെച്ചിട്ട് ഓരോരോ ബോട്ടിലാണ് വെച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ റാക്കാണ്. ആ റാക്കിൽ കണ്ടോ ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാം. ഒരു തട്ടിയാൽ എല്ലാം ടപ്പട്ടപ്പേ പറഞ്ഞ് വീഴും. നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സിന് ഡാമേജും വരില്ല. നമ്മുടെ യോഗട്ടിന്റെ ചെറിയ ചെറിയ ടിന്നുകള് റീയൂസ് ചെയ്തിട്ടാണ് ഇത് വെക്കുന്നത്. ഇതിനായിട്ട് വേറെ സ്റ്റാൻഡൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നില്ല. എന്നാലോ നല്ല സ്റ്റാൻഡാണ്. ഇതിന്റെ ഇടയിലൊരു വാഷിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടുന്ന് വാഷ് ചെയ്തിട്ട് ഇവിടെ തന്നെ കഴിക്കാം. ഓക്കെ, ഓ മൈ ഗോഡ്, ഇതിന്റെ തൈസ് ഒരു തൈസ് ഒന്നായിട്ടാണ് ഇവിടെ വാങ്ങിച്ചോണ്ട് പോകുന്നത്. നമ്മുടെ പോലെ 2 കിലോ ഒന്നല്ല വാങ്ങിക്കുന്നത്. ജസ്റ്റ് തൈസ് ഒന്നായിട്ട് കൊണ്ടുപോയി അവരതേപോലെ ചുട്ടെടുക്കും, കഴിക്കും. അതേപോലെ ഇത് അങ്ങനെ കഴിക്കും. ചോറോ കറിയോ ബ്രെഡോ ഒന്നും ആവശ്യമില്ല, അങ്ങനെ അത് കുത്തി തിന്നോളൂ. അങ്ങനെ ബീഫ്, മട്ടൻ, ഹോഴ്സ്, ഈ പറഞ്ഞ പോലെ പിഗ്, എല്ലാ ജാതി ഐറ്റംസും ഇവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്. വേണ്ടവർ വന്ന് വാങ്ങിക്കുക, കൊണ്ടുപോയി ചുട്ടോളാം. അങ്ങനെ ഇവിടെ നമ്മൾ നേരെ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ഇതൊരു പ്രായ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഷോൾ വാങ്ങിക്കാമെന്ന് കരുതി. ഈ പ്രായത്തിലും ഇത്ര ഇൻട്രസ്റ്റോട് കൂടി ബിസിനസ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലാംഗ്വേജ് അറിയില്ല, പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഈ ഷോപ്പിൽ ഏറ്റവും ബെറ്ററായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഈ അമ്മമായിരുന്നു. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി പോകുന്നത് കത്തീഡ്രൽ, സെന്റ് ഗോവ കത്തീഡ്രൽ. നല്ല വൈബുണ്ടല്ലേ, നല്ല റെയിനി ക്ലൗഡ്സ് ഉള്ളോട്ടെ, വെയിലില്ല, ചൂടും കുറവാണെന്ന്. ഇത് കാലൊക്കെ എന്തോ ഡാമേജ് ആയിരുന്നു. ഇവിടെ അമ്മ എന്തോ വിൽക്കണ്ട ഫാൻസി. ഇവരെ കൊണ്ട് റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ചിലരുടെ പണിയല്ലേ. എൻ്റെ ആദ്യം റോഡിൽ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. ഓക്കെ, ഇവിടെ സിഗ്നൽ ടൈമിലാണ് നമ്മൾ ഓടി രക്ഷപ്പെടുന്നത്. അങ്ങനെ പാൻഫ്ലോ പാർക്കിൻ്റെ ഫ്രണ്ട് ഗേറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓർത്തോളാം, ടാക്സിയുടെ ആവശ്യമില്ല, ജസ്റ്റ് 500 മീറ്ററേ ഉള്ളൂ. ഗ്രീൻ മാർക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് പോരാം. ഓക്കെ, കഴിഞ്ഞ ട്രിപ്പിലും നമ്മൾ കല്യാണം കൂടിയില്ല അതേപോലെ. ആയിരത്തി 1904 നിർമ്മിക്കപ്പെട്ട ഈ കത്തീഡ്രൽ മുഴുവൻ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഒരു വുഡനിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഫുൾ മരത്തടിയിൽ ഒരാണി പോലും ഉപയോഗിക്കാണ്ട്
പണിതിട്ടുള്ള ഒരു കത്തീഡ്രൽ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ വുഡൻ കത്തീഡ്രലാണ് നമ്മളിപ്പോൾ കാണുന്ന സെങ്കോവ കത്തീഡ്രൽ ഓർ സെങ്കോ കത്തീഡ്രൽ എന്നും അസെൻഷൻ കത്തീഡ്രൽ എന്നും റഷ്യൻ ഭാഷയിൽ അറിയപ്പെടുന്നത്. ഇതിന് 56 മീറ്റർ ഹൈറ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. യുണീക്ക് ആർക്കിടെക്ചർ, അതിൻ്റെ അകത്തുള്ള പെയിൻറ്റിങ്സ്, ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് തന്നെ. ഒരുപാട് ഫോട്ടോസ് എടുത്ത് ഇവിടെ നമുക്കൊരു മാക്സിമം 10 മിനിറ്റ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടുന്ന് നേരെ പാർക്കിലോട്ട് ഇറങ്ങി പാൻഫിലോ പാർക്ക്. ഈ പാൻഫിലോ പാർക്ക് ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ മെയിനായിട്ടും ഒരു റഷ്യൻ ആക്ടിവിസ്റ്റാണ് പാൻഫിലോ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു പാർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് മ്യൂസിയം ഉള്ളത്. ഒരു വുഡൻ ഫ്രെയിമിൽ പണിതിട്ടുള്ള വലിയൊരു മ്യൂസിയമാണ്. പക്ഷേ എങ്കിൽ എത്ര തിരഞ്ഞിട്ടും കാണുന്നില്ല. 4 കിലോമീറ്ററോളം പരന്ന് കിടക്കുന്നൊരു പാർക്കാണിത്. എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ.